ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി അപ്ഡേറ്റ്സ് ആണ് എംപുരാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. ഈദ് മുബാറക്. തകർക്കി എല്ലാവരെയും സ്നേഹിക്കുക, എൻജോയ് ചെയ്യുക, പൊളിച്ചെടുക്കുക. ഒരൊറ്റ ജീവിതമുള്ളൂ, അതാണ്. ലഹരി മൊത്തം ഒഴിവാക്കുക. ജീവിതമാണ് ലഹരി. Yes. ഇത് ഇടയ്ക്ക് പറയുന്നത് നല്ലതായിരിക്കും. Narcotic is dirty business. എമ്പുരാന്റെ ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് അത് എടുത്തു പറയാം, ഗുണം ചെയ്യും. ഓക്കെ, ലാലേട്ടൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാശ്, പണം, ദുഡ്, മണി മണി ഫുള്ള് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കൊളുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ രീതിയിലും. നമ്മൾ ഒരിക്കലും ഇതൊരു വിവാദമായി ഈ രീതിയിൽ എല്ലാവരും ഏറ്റെടുത്തത് ഇങ്ങനെ കത്തുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അതും കൂടി ആയപ്പോൾ ശരിക്കും പൂർത്തിയായി. ഇത് നമുക്ക് അറിയായിരുന്നു ഈ സിനിമ, അത് വേറൊരു സത്യം തന്നെയായിരുന്നു. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് വിഷയമല്ല. പക്ഷെ നമ്മൾ പറയുന്നു ഈ സിനിമ നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് നോക്കി അറിയാം, ഈ സിനിമ റെക്കോർഡുകൾ എല്ലാം മറികടക്കുമെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ലിയോ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ 12 കോടി വെട്ടിക്കണം. എമ്പുരാൻ തൂക്കി അതിൽ നമുക്ക് അതിയായ ആനന്ദവും തിമിർപ്പും തളപ്പും ഉണ്ട്. അതൊരു സത്യമായിട്ടുള്ള കാര്യം. പിന്നെ അടുത്തത്, പിന്നെയും ലിയോന്റെ ഒരുപാട് റെക്കോർഡുകൾ നമ്മൾ തൂക്കിയിട്ടുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. മറ്റൊന്ന്, ഇനിയുള്ള ആഗ്രഹം 500 കോടി. അതായത് നമ്മുടെ മലയാള സിനിമ ഇതുവരെ 500 കോടിക്ക് അടുത്തേ എത്തിയിട്ടില്ല. 200 കോടി ആകെ കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് മാത്രമാണ്. അതിനൊക്കെ മറികടന്ന് ആദ്യമായിട്ടൊരു സിനിമ മലയാളത്തിൽ നിന്ന് 500 കോടി തൊട്ടിരിക്കും. എന്നിട്ട് അതിൽ സിംഹാസനം ഇട്ടിട്ട് അതിൽ കയറി ഇരിക്കണം. അതിനിവിടെ ഒരേ ഒരു മുതലേ ഉള്ളൂ, അത് സാക്ഷാൽ നമ്മുടെ സ്വന്തം എൽ ബ്രാൻഡ് മോഹൻലാലാണ്. ഉറപ്പായിട്ടും. പക്ഷേ അല്ലല്ലോ വേണ്ടത്, മറ്റു സാധനം വേണ്ടത്. പക്ഷെ ഇരുന്നോട്ടെ, ഒട്ടിച്ചട വെക്കണം. പിന്നെ ഇപ്പോഴത്തൊന്നും വേറെ ആർക്ക് തൊടാൻ പറ്റില്ല. തൂക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 കോടി തൂക്കിയിരിക്കും. ഞാൻ ഒരിക്കലേ 500 നമ്മളിങ്ങനെ ആഗ്രഹിച്ചാലും എത്തുന്ന പ്രതീക്ഷയില്ലായിരുന്നു മനസ്സുകൊണ്ട്. അതായത് രജനികാന്തും മമ്മൂട്ടിയും കമലഹാസനൊന്നും വരാതെ തന്നെ 500 കോടി തൂക്കും എന്നുള്ളൊരു അവസ്ഥ, അതിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കാന്ന് പറഞ്ഞാൽ, ഞാൻ അത് 500 നിന്ന് എന്നുള്ളതല്ല, ഏറ്റവും ലാസ്റ്റ് പോയിന്റ് 500 എന്നുള്ളതായിരുന്നു. അതായത് ഏറ്റവും സാധ്യത വളരെ കുറവ് എന്നുള്ളത് കൊണ്ടാണല്ലോ ലാസ്റ്റ് 500 എന്നുള്ളത് എത്തുന്നത്. ഇപ്പൊ അതിന് വിട്ടില്ലേ, ഇപ്പൊ എന്തായാലും 500ലേക്ക് എത്തുന്നുള്ളൊരു കുറച്ച് കോൺഫിഡൻസ് വന്നു, പ്രതീക്ഷ കൂടുതലായി. കാരണം ഇതുവരെയുള്ള കളക്ഷൻ, അതായത് ഇന്നത്തെ ദിവസം കൂടി 5ാമത്തെ ദിവസം കൂടി കൂട്ടിയിട്ട് 200 കോടിയിലേക്ക് എത്താൻ പോവാണ്. അതെ, അത് പുറത്തു വന്നിട്ടില്ല. അതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്. കണക്കുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറെ അധികം റെക്കോർഡുകളുണ്ട്. റെക്കോർഡുകളുടെ പെരുന്നാളാണ്, ചിന്ന ഭിന്നാക്കിയിട്ടുണ്ട്. എന്തായാലും പെരുന്നാളാണ്. അതെ, അപ്പൊ നമുക്ക് ബാക്കി എന്തായാലും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വിവാദങ്ങൾക്കൊക്കെ ഇനി വിടാം. കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് അടിച്ചു, നമ്മുടെ ചെറുക്കൻ കൊണ്ടുപോയി. വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ അത് നമ്മുടെ ചെറുക്കൻ കൊണ്ടുപോയി. ഹയസ്റ്റ് സോളോ ഗ്രോസർ അത് നമ്മുടെ ചെറുക്കൻ കൊണ്ടുപോയി. വേൾഡ് വൈഡ് വീക്കെൻഡ് അതും പോയി, അത് ചെറുക്കൻ കൊണ്ടുപോയി. വേൾഡ് വൈഡ് ഓവർസീസ് കൊണ്ടുപോയി. ഇൻഡസ്ട്രിയൽ ഹിറ്റ് അതും ചെറുക്കൻ കൊണ്ടുപോയി എന്ന് പറയാം. കാരണം മഞ്ഞുമൽ ബോയ്സ് അല്ലേ ഇതിനു മുമ്പുള്ളത്. ഇൻഡസ്ട്രി ഹിറ്റ് വരാൻ പറ്റില്ല. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് ഇപ്പൊ പറയണമെങ്കിൽ ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ഇൻഡസ്ട്രി ഹിറ്റ് 2018 സിനിമയുടെ കേരളത്തിലുള്ള കളക്ഷൻ. ഇൻഡസ്ട്രി ഹിറ്റ് 2018 കയ്യിലാണ്. അത് തൂക്കിയിട്ടില്ല. ഇപ്പോ മഞ്ഞുമൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അല്ല, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമയാണ്. ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ അത് 2018 കയറും. അതായത് ഇപ്പോൾ 5 ദിവസം കൊണ്ട് 50 കോടി ആയിട്ടുണ്ട്. അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 കോടി നേടിയ മലയാള സിനിമ അത് ഇപ്പോൾ എമ്പുരാൻ്റെ കയ്യിലാണ്. ഓക്കെ, അതായത് 4 ദിവസം കൊണ്ട് 42 സംതിങ് ആയിരുന്നു. ഇന്നത്തതിന്റെ കണക്ക് പ്രകാരം 7 സംതിങ്ങിന്റെ മുകളിലേക്ക് ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഓൾറെഡി 50 കോടി 5 ദിവസം കൊണ്ട് ആവും. ഓക്കെ, അപ്പോൾ ലിയോനെ മറികടക്കുകയാണ്. ലിയോ ആയിരുന്നു ഇതിന്റെ മുൻപ് കേരളത്തിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 കോടി ഇട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് 10 ദിവസം കൊണ്ടായിരുന്നു. അത് വെറും 5 ദിവസം കൊണ്ടാണ് നമ്മുടെ എമ്പുരാൻ തകർക്കുന്നത്. തൂക്കെന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കും. ഓക്കെ, എന്തായാലും ലിയോനെ കുറിച്ച് പറയുമ്പോൾ വിജയിൻ്റെ ആ നെട്ടലിനെ കുറിച്ച് പറയണം കേട്ടോ.
അത് വേറെ അത് ഈ കളക്ഷനും തമ്മിൽ ഒരു ബന്ധമല്ല. അത് നമുക്ക് ഇതിന്റെ കൂടെ പറയുന്നോണ്ട് പറയാം. അത് ആളുടെ എന്താ പറയാ നിലപാട് എന്തുകൊണ്ടാണ്. അതായത് വിജയെ ഒരു രീതിയിലും ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്ന ആള് എങ്ങനെയാണ് വിജയോട് ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറിയെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരമാണ് നട്ടല്. വിജയുടെ നിലപാട്, പിന്നെ വിജയുടെ എന്റർടൈൻമെന്റ്. സിനിമയിലേക്ക് വരുമ്പോൾ എന്റർടൈൻമെന്റ്. ഓക്കെ. അപ്പോൾ ലിയോ ആയിരുന്നതിന് മുൻപ് 10 ദിവസം കൊണ്ട് 50 കോടി അടിച്ചത് കേരളത്തിൽ നിന്ന്. പിന്നെ 3-ാം സ്ഥാനത്ത് നമ്മുടെ KGF ചാപ്റ്റർ 2 ആയിരുന്നു. 11 ദിവസം കൊണ്ടാണ് 50 ഇട്ടത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ലിയോ സിനിമയുടെയും KGF-ന്റെ ഒക്കെ ഹൈപ്പ് എത്ര വലുതായിരുന്നു. അതാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ലിയോ സിനിമ മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. ഓക്കെ. പിന്നെ KGF എല്ലായിടത്തും ഹെവി പോസിറ്റീവ് ആയിരുന്നു, കേരളത്തിലും ഒക്കെ. എന്നിട്ട് 11 ദിവസം വേണ്ടി വന്നു 50 കോടി അടിക്കാൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എമ്പുരാനും മിക്സഡ് റെസ്പോൺസ് തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് കാരണങ്ങളാൽ അതെല്ലാം മറികടന്ന് നമ്മൾ ഈ സിനിമയുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു ചിന്തയാണ്. ആ രീതിയിൽ ഇതിന് കൂടുതൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒത്തിണങ്ങിയ ഒരു സിനിമക്ക് വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 ദിവസം കൊണ്ട് 50 കോടി അടിച്ചിട്ടുണ്ട്. ആടുജീവിതം 12 ദിവസം കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 12 ദിവസം കൊണ്ട്. ഓക്കെ. പിന്നെ 2018 അത് 13 ദിവസം കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അതിന് താഴെ ബാഹുബലി 2 ആണ്. പിന്നെ ആവേശം ഉണ്ട്, ജയിലർ ഉണ്ട്, ലൂസിഫർ ഉണ്ട്, പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്. മഞ്ഞുമൽ ബോയ്സ് 18 ദിവസം കൊണ്ടാണ് 50 കോടി കടക്കുന്നത്. യെസ്, അത് കേരളത്തില്. അതെ. പിന്നെ എന്തായാലും മറ്റ് റെക്കോർഡുകളിലേക്ക് കിടക്കാം. അതായത് ഫസ്റ്റ് 50 കോടി നേടിയ ഒരു മലയാള സിനിമ, അത് ലാലേട്ടൻ്റെ സിനിമയുടെ പേരിലാണ്. ദൃശ്യമാണ് ആദ്യമായി 50 കോടി അടിച്ചത്. 2013 ഇത് കിട്ടുന്നത്. ഫസ്റ്റ് 50 കോടി ക്ലബ്. പിന്നെ അടുത്ത റെക്കോർഡ് പുലിമുരുകൻ, അതായത് ഏറ്റവും ആദ്യത്തെ മലയാളത്തിൽ നിന്ന് 100 കോടി അടിച്ച സിനിമ. അതും 2016. അത് 2016. അതായത് രണ്ടാമത്തെ അടുത്ത റെക്കോർഡ്. ആദ്യം 50 തൊട്ടത്, ആദ്യം 100 തൊട്ടത്, ഇതൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് സച്ചിൻ 200 അടിച്ചില്ലേ, അതായത് ലോകത്തിന് ആദ്യത്തെ 200. അതെ. അത് വേറെ ആൾക്കും അത് മറികടക്കാൻ പറ്റില്ല. അത് പിന്നീട് അതിന്റെ മുകളില് പല ആൾക്കാരും അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേര് കിടക്കുന്നത് അത് അന്നും ഇന്നും സച്ചിൻ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് അത് തൊട്ട് നക്കി ടേസ്റ്റ് ചെയ്താണ് അത് ലാലേട്ടൻ തന്നെയാണ്. ബാക്കിയൊക്കെ അതിന്റെ മലയാള സിനിമയെ തൊട്ട് നക്കിയത് ലാലേട്ടനാണ്. ബാക്കിയൊക്കെ നമ്മളൊന്നും തൊട്ട് നക്കിയാ പിന്നെ ബാക്കിയുള്ള എച്ചിലാണ്. ഓക്കെ. അടുത്തത് ലൂസിഫറിന് ഒരു റെക്കോർഡുണ്ട്. അതായത് ഫസ്റ്റ് 50 കോടി ഓവർസീസ് അടിച്ചത് 2019. ഓക്കെ. അവിടെ റെക്കോർഡ്. ഇനി അതിന്റെ രണ്ടാം ഭാഗം വന്നിട്ട് മറ്റൊരു റെക്കോർഡ് ഇട്ടുണ്ട്. അതായത് ഫസ്റ്റ് 100 കോടി ഓവർസീസ് ഗ്രോസർ 2025. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? എമ്പുരാൻ ഇതല്ലാതെ തന്നെ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ട് കേട്ടോ. അതെ അതെ. ഏറ്റവും ഫാസ്റ്റസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ഫാസ്റ്റസ്റ്റ് 100 കോടി ഇതിലുണ്ട്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് 150 കോടി ഉണ്ട്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് 200 കോടി ഉണ്ട്. ഇന്ന് രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ 200 കോടി ക്ലബിലേക്കും കയറും. എന്തായാലും അതും വെറും 5 ദിവസം കൊണ്ട്. ഒരു മലയാള സിനിമയാണെന്ന് ആലോചിക്കണം. അതെ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു സിനിമ ഇറക്കിയാൽ മതി. ഇതിന്റെ ഹെവി പോസിറ്റീവ് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ കാണുമ്പോഴും എന്റെ മനസ്സിൽ തോന്നുന്നു, എന്റെ അമ്മ ഇതൊക്കെ ഫുൾ പോസിറ്റീവ് ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താണ്? കൊലത്തൂക്കായിരിക്കും സിനിമ. എനിക്ക് തോന്നുന്നറിയോ, അത് നന്നായി. ഇനി ലാലേട്ടന് തന്നെ ഈ റെക്കോർഡുകളെല്ലാം മറികടക്കണമെങ്കിൽ ഒരു ചെറിയൊരു ഇതില് എന്തെങ്കിലും ഒരു കുറവ് വേണമല്ലോ. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇത് ലാലേട്ടൻ തന്നെ ഇതിന് മറികടക്കണമെങ്കിൽ കുറച്ച് പെടാപ്പാട് പറഞ്ഞു. ലാലേട്ടന് കഴിയും. പക്ഷെ അതിനുള്ള സാധനം കൂടി ഇറങ്ങണം. അതിനുള്ള ആൾക്കാർ ഇവിടെ അല്ലേ? ഇവിടെ പുറത്തോട്ട് ഇറങ്ങണം. അതായത് നീ എന്താ കാണാത്ത പോലെ? അതെ, കണ്ടിട്ട് തന്നെ പറഞ്ഞത് പുറത്തോട്ട് ഇറങ്ങണം. അല്ല, ഞാൻ മാപ്പ് പറയണല്ലേ? ഇറങ്ങിക്കോട്ടോ പറയും. എന്താ മോനെ ഇറങ്ങിക്കോ മോനെ. വീട്ടിൽ ഞാൻ വേറെ ആളെ വെച്ച് 500 കോടി അടിച്ചോളാം, നീ ഇറങ്ങിക്കോ പറയും. എന്താണെങ്കിലും ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിസ്സാക്കരുത്. തിയേറ്ററിൽ തന്നെ പോയിരുന്ന സിനിമ കാണാൻ. എന്തായാലും ഞങ്ങൾ പോവാണ്. നമുക്ക് ഈ റെക്കോർഡിന്റെ ഭാഗമാകാം. നമുക്ക് ധൈര്യപൂർവ്വം പറയാലോ, ഇതിൽ ഇതാ ഫസ്റ്റ് ഡേയിൽ ഇത്രയും കളക്ഷൻ നേടിയപ്പോൾ അതിൽ ഇന്റെ ഇത്ര ഉണ്ട് എന്നുള്ളത് അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ ഞങ്ങൾക്കത് കുറച്ചുകൂടി കൂടുതലായിട്ട് അതിനൊക്കെ കൂടുതൽ
അവകാശപ്പെടാനുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു എൻജോയ്മെന്റ് ഉണ്ടല്ലോ, മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. കാരണം ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ അന്യഭാഷകളെ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, പറയാൻ പറ്റാറുള്ളൂ. ആ സാധനമാണ് നമ്മൾ നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞിരുന്ന് പറയുന്നത്. അതിന്റെ ഒരു ആവേശം ഉണ്ടല്ലോ, അത് പറയണ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ മക്കളെ. അതിന്റെ ഒരു വൈബ്. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ലാലേട്ടൻ അവിടെ ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്, തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളും തകർത്തുകൊണ്ടിരിക്കുക ഉള്ളത് വെച്ച്. പെരുന്നാളൊക്കെ എല്ലാവരും പെരുന്നാൾ നിങ്ങൾ ബിരിയാണിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അവിടെ കാശ് മിഷനൊക്കെ മേടിച്ചു. അതെ, കുറച്ച് പോയതുണ്ടായിരുന്നു, അതെല്ലാം തിരിച്ചു, അതൊക്കെ ആ പോയതൊക്കെ തിരിച്ചു വന്നിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ. ബൈ ബൈ.